UGC നെറ്റ് പേപ്പർ 2 സൈക്കോളജിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ താഴെ പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സോഷ്യൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ സെഷനിലും നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഇത് സോഷ്യൽ പെർsuasion, ഇത് ആൽബർട്ട് ബണ്ടൂരയുടെ ഒരു തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി, സോഷ്യൽ ലേണിംഗ് തിയറി മുമ്പ് നമ്മൾ പഠിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു തിയറിയാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഇത് ബേസിക്കലി സെൽഫ് എഫിക്കസിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തിയറിയാണ്. ഇതിൽ 4 തരത്തിലുള്ള സെൽഫ് എഫിക്കസിയെക്കുറിച്ചും പറയുന്നുണ്ട്. ഇവിടെ ലിസ്റ്റ് 1, ലിസ്റ്റ് 2 എന്ന് പറഞ്ഞിട്ടുള്ള 2 ലിസ്റ്റുകളാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ ഓരോ ടൈപ്സ് ഓഫ് സെൽഫ് എഫിക്കസീസ് ആണ്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് ലിസ്റ്റ് 2 കൊടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് നോക്കാം എന്താണ് പറയുന്നത് എന്നുള്ളത്. ആദ്യം നമ്മൾ ഇതിൽ മനസ്സിലാക്കാനുള്ളത് ഈ കൺസെപ്റ്റ് ആൽബർട്ട് ബണ്ടൂരയുടെ ഒരു തിയറിയുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആദ്യം അത് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. ആൽബർട്ട് ബണ്ടൂരയുടെ തിയറിയാണ്. ആൽബർട്ട് ബണ്ടൂരാസ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഇത് ആൽബർട്ട് ബണ്ടൂരയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്പെസിഫിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ 4 ഫണ്ടമെൻ്റൽ സോഴ്സ് ഉണ്ട്. എന്തിനു വേണ്ടി? സെൽഫ് എഫിക്കസിയുടെ ഫണ്ടമെൻ്റൽ സോഴ്സ് പറയുന്നുണ്ട്. അതുമായി ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് എസ്പെഷ്യലി അല്ലെങ്കിൽ സ്പെസിഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ദ 4 ഫണ്ടമെൻ്റൽ സോഴ്സസ് ഓഫ് സെൽഫ് എഫിക്കസി. ഇതാണ് മെയിൻ കൺസെപ്റ്റ്. നമുക്ക് ഓപ്ഷനിലേക്ക് പോവാം. ഓരോരോ ഓപ്ഷൻസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇതിൽ നമുക്ക് ആദ്യം സോഷ്യൽ പെർsuasion ജസ്റ്റ് ഒന്ന് നോക്കാം, എന്നിട്ട് അതിൻ്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഇവിടെ 4 സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി പറയുന്നുണ്ട്. ആ ലിസ്റ്റ് 1 എന്ന് പറഞ്ഞാൽ 4 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസിയാണ്. ഇത് 4 ഡിഫറെൻറ്റ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി. അതിൽ ആദ്യത്തേതാണ് സോഷ്യൽ പെർsuasion. അടുത്തതാണ് സൈക്കോളജിക്കൽ അറോസൽ, മാസ്റ്ററി എക്സ്പീരിയൻസ്, വികാരിയസ് എക്സ്പീരിയൻസസ്. ഇത് 3ഉം 4ഉം വ്യത്യസ്ത സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു കാര്യം ചെയ്യും, നമുക്ക് തിയറി വിശദമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് തിയറിയിലേക്ക് പോവാം. തിയറി പറഞ്ഞതിന് ശേഷം നമുക്ക് സോഴ്സിലേക്ക് മടങ്ങി വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഈ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ. ആദ്യം എന്താണെന്ന് നോക്കാം. ഓക്കെ, സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സക്സീഡ് ചെയ്യാൻ കഴിയുമെന്ന നമ്മൾ ആ വിശ്വാസത്തിനാണ് എന്ത് പറയാം,
സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഇത് ഒരു ജനറൽ സെൽഫ് എസ്റ്റീം അല്ല ശരിക്ക്, ഇതൊരു കോൺഫിഡൻസ് ആണ്. നമ്മൾ എന്താണ് എക്സാം പാസ് ചെയ്യും, നമ്മൾ എന്താണ് പഠിക്കുക, നമ്മൾ പബ്ലിക് സ്പീക്ക് ചെയ്യാൻ കഴിയും എന്നതിനുള്ള ഒരു ഫുൾ കോൺഫിഡൻസ് ആണ് ശരിക്കും എന്ത് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ. അപ്പോൾ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് താഴെ എഴുതാം. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അവർ ബിലീഫ് ഇൻ our own ability to succeed at a specific task. നമുക്ക് ഒരു സ്പെസിഫിക് ടാസ്ക് അച്ചീവ് ചെയ്യാൻ പറ്റും, ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുമെന്ന നമ്മളെ ബിലീഫ്സിനെയാണ് എന്ത് പറയാം ശരിക്ക് സെൽഫ് എഫിക്കസി എന്ന് പറയാം. ഓക്കെ, ഇതിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെന്താ ഒരു സെൽഫ് എസ്റ്റീം മാത്രമല്ല, ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ജനറൽ സെൽഫ് എസ്റ്റീം. സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ലൈക്കിങ് യുവർ സെൽഫ്. ഓക്കെ, it is your confidence in executing a specific act. ഇപ്പം നമുക്ക് ഉദാഹരണമായിട്ട് പറയാം, പാസിങ് ആൻ എക്സാമിനേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ലേണിംഗ് ടു ഡ്രൈവ് ഓർ പബ്ലിക് സ്പീക്കിംഗ്. ഒക്കെ അതിൽ വരുന്ന എക്സാമ്പിളുകളാണ്. നമ്മൾ ആൽബർട്ട് ബണ്ടൂര പറയുന്നത് എന്താ വെച്ചാൽ, നമ്മളെ ലെവൽ ഓഫ് സെൽഫ് എഫിക്കസി ആണ് നമ്മുടെ ചിന്തയെക്കുറിച്ചും നമ്മളെ മോട്ടിവേഷനൊക്കെ തീരുമാനിക്കുന്നത്. ഓക്കെ, നമ്മളെങ്ങനെ ബിഹേവ് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളെ ലെവൽ ഓഫ് സെൽഫ് എഫിക്കസി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ബണ്ടൂര argued that our level of self-efficacy determines how we think, how we motivate ourselves, അതുപോലെ തന്നെ ആൻഡ് ഹൗ വി ബിഹേവ്. ഇതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. അപ്പോൾ ഇത് നമ്മൾ എന്താണ് പ്രധാനമായിട്ടും നമ്മളെ സെൽഫ് എഫിക്കസി, നമ്മളെ ലെവൽ ഓഫ് സെൽഫ് എഫിക്കസി ആണ് നമ്മുടെ എന്താണ് തോട്ട്, നമ്മളെ മോട്ടിവേഷന്, നമ്മളെ ബിഹേവിയറിനൊക്കെ സ്വാധീനിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞത്? ആൽബർട്ട് ബണ്ടൂര പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇത് വെറുതെ അങ്ങോട്ട് പറഞ്ഞതല്ല എന്നാണ് ആൽബർട്ട് ബണ്ടൂര പറഞ്ഞത്. തോന്നിയ പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു അന്ധമായിട്ടുള്ളൊരു വിശ്വാസമല്ല ശരിക്കും. 3 മെയിൻ സോഴ്സുകൾ ഇതിനുണ്ട്, 4 മെയിൻ സോഴ്സുകളുണ്ട്. ഈ 4 മെയിൻ സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് ആൽബർട്ട് ബണ്ടൂര എന്ത് ചെയ്തിട്ടുള്ളത്, ഈ സെൽഫ് എഫിക്കസി തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഏതാണ് ഈ 4 സോഴ്സുകൾ നമുക്ക് നോക്കാം. ഓക്കെ, അക്കോർഡിംഗ് ടു ബണ്ടൂര, this belief does not appear out of thin air. It is built from 4 main sources. ഇതാണ് പ്രധാനപ്പെട്ടത്. മെയിൻ സോഴ്സുകളുടെ 4 മെയിൻ സോഴ്സുകളുണ്ട്. ഈ 4 മെയിൻ സോഴ്സുകളുടെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത്, ഇത് ബിൽഡ് ചെയ്യുന്നത്. ഓക്കെ, വിച്ച് ആർ ഓക്കെ മതി, കൂടുതലായിട്ട് എഴുതണ്ട. ഇനി നമുക്ക് ഈ നാലെണ്ണമാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 ഓപ്ഷൻസ്. അപ്പോൾ ഈ 4 ഓപ്ഷൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെൽഫ് എഫിക്കസി എങ്ങനെ ഡിറ്റർമൈൻ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. വ്യത്യസ്ത ലെവൽ ഓഫ് സെൽഫ് എഫിക്കസി നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഈ 4 ടൈപ്സ് ഓഫ് ലെവൽസ് ഓഫ് സെൽഫ് എഫിക്കസി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അല്ലേ, സോഷ്യൽ പെർസുവേഷന്, സൈക്കോളജിക്കൽ അറോസൽ, മാസ്റ്ററി എക്സ്പീരിയൻസ്, അതുപോലെ വിക്കാരിയസ് എക്സ്പീരിയൻസ്, ഇതൊക്കെ ഇതിൽ വരുന്ന തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ആ ടൈപ്സ് നോക്കാം. ഈ 3 സോഴ്സസ്, ദ 4 സോഴ്സസ് എഴുതി ഓരോന്ന് എഴുതാം. നമ്മൾ ഓരോന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നതിൻ്റെ ബേസിൽ നമുക്ക് ഓരോന്ന് അങ്ങനെ എഴുതാം. ഒന്ന്, മാസ്റ്ററി എക്സ്പീരിയൻസ്. മാസ്റ്ററി എക്സ്പീരിയൻസ് ആണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സോഴ്സ് എന്ന് അദ്ദേഹം പറയുന്നത്. ദ മോസ്റ്റ് പവർഫുൾ സോഴ്സ്. ഇത് പ്രധാനപ്പെട്ടതാണ്, നോട്ട് ചെയ്ത് വെക്കണം. അതിൽ ഓരോന്നോരോന്നൊപ്പം എന്താണത് മീനിങ്, എന്താണ് ഇതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് നമുക്ക് നോക്കാം. മാസ്റ്ററി ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മാസ്റ്ററി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എക്സ്പീരിയൻസ് ആണ്, നമ്മളെ പാസ്റ്റ് ഹിസ്റ്ററിയാണ്. നമ്മൾ മുൻപ് നമ്മൾ ഫേസ് ചെയ്തിട്ടുള്ള ഫെയിലിയേഴ്സ്, സക്സസ്, ഇത് നമ്മൾ എന്ത് മോട്ടിവേറ്റ് ചെയ്യും, നമ്മൾ മുന്നോട്ടുള്ള യാത്രയെ മോട്ടിവേറ്റ് ചെയ്യും, സെൽഫ് എഫിക്കസിയെ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ ഏതെങ്കിലും സാഹചര്യത്തിൽ തോറ്റുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മുമ്പ് ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മൾ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് എഫക്റ്റ് ചെയ്യുകയും വീണ്ടും തോൽക്കാനുള്ള സാധ്യതയും ഉണ്ട്. അതുപോലെ തന്നെ നമ്മളത് പോസിറ്റീവായിട്ടാണ് അതിനെ കൺസിഡർ ചെയ്യുമെങ്കിൽ അത് പോസിറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാം. ഓക്കെ, ഒരു ഫെയിലിയർ, ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എപ്പോഴും എന്ത് ചെയ്യും, നമ്മളെ ലോ സെൽഫ് എഫിക്കസിക്ക് കാരണമാവുന്നു. പോസിറ്റീവ് ഇമ്പാക്റ്റ് എപ്പോഴും എന്ത് ചെയ്യും, ഹൈ സെൽഫ് എഫിക്കസിക്കും കാരണമാവുന്നു എന്ന് അദ്ദേഹം പറയുന്നു. ദിസ് ഈസ് അവർ പേഴ്സണൽ history of success or failure. ഓക്കെ, ഇത് ഇദ്ദേഹം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇഫ് വി
have successfully performed a task in the past. Our self-efficacy goes way up. നമ്മൾ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ എന്തെങ്കിലും നമ്മളെ പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് പിന്നീടും നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ആ കാര്യം ചെയ്യാൻ നമുക്ക് കഴിയും. ഓക്കെ, അതുപോലെ തന്നെ ഇഫ് വി ഫെയിൽഡ് repeatedly, it drops. നമ്മൾ ഫെയിൽ ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ഡ്രോപ്പ് ആവാനും സാധ്യതയുണ്ട്. ഇതാണത് എന്ത് വരുന്നത്, ഇതിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ മെയിനായിട്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. ഒന്ന് മാസ്റ്ററി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മളെ പേഴ്സണൽ ഹിസ്റ്ററിയാണ്. പേഴ്സണൽ ഹിസ്റ്ററി ഓഫ് സക്സസ് ആൻഡ് ഫെയിലിയർ. നമ്മുടെ പാസ്റ്റിൽ നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യും, എന്താണ് സെൽഫ് എഫിക്കസി വർദ്ധിക്കും. അല്ലെങ്കിൽ ഫെയിലാണെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മളെ സെൽഫ് എഫിക്കസി ഡ്രോപ്പ് ചെയ്യുമെന്നാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് ഒരു മാത്സ് പ്രോബ്ലം തന്നു ടീച്ചർ. അപ്പോൾ നമ്മളത് നന്നായിട്ട് ചെയ്യാൻ കഴിഞ്ഞു, നല്ല ഫുൾ എല്ലാത്തിനെയും ഉത്തരം നമുക്ക് കിട്ടി. അതെന്തിന് കാരണമാവും, ഇനിയൊരു മാത്സ് പ്രോബ്ലം തന്നു കഴിഞ്ഞാൽ നമുക്കത് നന്നായിട്ട് ചെയ്യാൻ കഴിയും എന്നൊരു കോൺഫിഡൻസ് അതിലൂടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത് നമുക്ക് നോക്കാം. രണ്ടാമത്തേതാണ് വികാരിയസ് എക്സ്പീരിയൻസസ്. വികാരിയസ് എക്സ്പീരിയൻസസ് അതിനെ നമുക്ക് മോഡലിംഗ് എന്ന് പറയാം. മോഡലിംഗ് എന്താണ് മോഡലിംഗ് നമുക്ക് നോക്കാം. മോഡലിംഗ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളിൽ നിന്ന് നമ്മളൊരു കാര്യം കണ്ടിട്ട് നമുക്ക് അതിൽ നിന്ന് മോട്ടിവേഷൻ എടുക്കുക. അതിനാണ് മോഡലിംഗ് എന്ന് പറയാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഞാൻ ഒരു കോളേജ് അധ്യാപകനാണ്. കോളേജ് അധ്യാപകനായ എനിക്ക് എൻ്റെ കൂടെയുള്ള ഒരാൾ മാൽദീവ്സിൽ പോയിട്ട് അവിടെ നല്ല സാലറിയാണ്, മാസം 1 lakh ഒക്കെ സാലറി ഉണ്ട് എന്ന് കരുതാം. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപകൻ മാൽദീവ്സിൽ പോയി. അപ്പോൾ അവിടുന്ന് അദ്ദേഹം മാസം 1 lakh സാലറിയൊക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞാൽ എനിക്കും എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. എനിക്കും അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞാൽ എനിക്കും പോകാമല്ലോ. അല്ലെങ്കിൽ എൻ്റെ സുഹൃത്ത് എന്ത് ചെയ്തു, ഒരു സമ്മാനം, ഒരു പ്രൈസ്, നൊബേൽ പ്രൈസ് തന്നെ ആയിക്കോട്ടെ, ഒരു വ്യക്തിക്ക് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് നൊബേൽ പ്രൈസ് ലഭിച്ചു. അപ്പോൾ അത് കണ്ടാൽ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവും. കാരണം അദ്ദേഹത്തിന് ലഭിച്ചാൽ എനിക്കും ലഭിച്ചേക്കാം. അപ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകൾ, നമ്മുടെ അതേ ലെവലിലുള്ള ആളുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ കണ്ടാൽ നമുക്ക് ഓട്ടോമാറ്റിക് എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. ഈ കോൺഫിഡൻസ് എന്ത് ചെയ്യും, നമ്മളെ മുന്നോട്ട് നയിക്കും. അതിന് വികാരിയസ് എക്സ്പീരിയൻസ് എന്നാണ് പറയുക. മോഡലിംഗ് എന്ന് നമുക്ക് സിമ്പിളായിട്ട് തന്നെ പറയാൻ പറ്റും. അതെന്താ മീനിങ്.
it means something to someone else. This is about serving other people. അതായത് നമ്മൾ മറ്റൊരാളെ ഒബ്സർവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഒരു കാര്യം വിശദീകരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് ടൈപ്പ് ചെയ്യാം. വെൻ വി സീ someone similar to our succeeding through sustained effort, we persuade ourselves that we have the capabilities to master comparable activities too. അതായത് വേറൊരാൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്കും അത് ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും. അപ്പോൾ അതെന്ത്, അത് മറ്റൊരു എന്താണ്, സെൽഫ് എഫിക്കസി ആയിട്ട് നമുക്ക്, ആൽബർട്ട് ബണ്ടൂര പറയുന്ന സെൽഫ് എഫിക്കസി ആയിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പോൾ രണ്ടാണ് വിക്കാരിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റൊരാളെ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് ഒരു കാര്യം ചെയ്യാനും ചെയ്യാതിരിക്കാനും കഴിയും. അത് എന്താണ്, സെൽഫ് എഫിക്കസിയാണ്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിളുകൾ ഒരുപാടുണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ആളോ എക്സാമ്പിൾ നേരത്തെ ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഒരു പ്രൈസ്, നൊബേൽ പ്രൈസ് തന്നെ ആയിക്കോട്ടെ, നൊബേൽ പ്രൈസ് കിട്ടി. അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് എന്ത് സംഭവിക്കും, അത് എനിക്കൊരു മോട്ടിവേഷനാണ്. അദ്ദേഹത്തിന് കിട്ടിക്കഴിഞ്ഞാൽ എനിക്കും കിട്ടിയേക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യും. ഇനി മൂന്നാമത്തേതാണ് സോഷ്യൽ പെർsuasion. ആൽബർട്ട് ബണ്ടൂരയുടെ കൺസെപ്റ്റ് തന്നെയാണ്. 4 ടൈപ്സ് പറയുന്നുണ്ട്. അതിൽ മൂന്നാമത്തേതാണിത്, സോഷ്യൽ പെർsuasion. സോഷ്യൽ പെർsuasion എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു അനുനയിപ്പിക്കുക എന്നൊക്കെ മലയാളത്തിൽ പറയും. വെർബൽ കോച്ചിങ് എന്ന് പറയാം പെർsuasion. സോഷ്യൽ പെർsuasion എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്, ഒരാളെ നമുക്ക് വാക്കുപയോഗിച്ചുകൊണ്ട് എൻകറേജ് ചെയ്യാനും ഡിസ്കറേജ് ചെയ്യാനും പറ്റും. അത് പെർsuasion ആണ് ശരിക്കും. നമ്മൾ പറയണം, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല, നിങ്ങൾക്കൊന്നും നെറ്റ് ക്ലിയർ ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അത് ശരിക്കും അത് നെഗറ്റീവായിട്ടുള്ള
ഒരു ഡിസ്കറേജ് ആണ്. വാക്ക് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരാളെ ഫീഡ്ബാക്ക് ഉപയോഗിച്ചുകൊണ്ട് ഒരാളെ നെഗറ്റീവായിട്ടും എന്ത് ചെയ്യാം, ഇൻസ്പയർ ചെയ്യാം. അതായത് എഫക്റ്റ് ചെയ്യും ഒരാളുടെ വാക്ക്, അതുപോലെ പോസിറ്റീവായിട്ടും എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് പറയാം, ഇപ്പോൾ നിങ്ങൾക്ക് കഴിയും, മറ്റുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്കും ഇത് വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ നമ്മുടെ വാക്കുകളിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ആളുകളുടെ സെൽഫ് എഫിക്കസി കൂട്ടാനും കുറക്കാനും സാധിക്കും. അതിനാണ് എന്താ പറയുക, സോഷ്യൽ പെർsuasion എന്ന് പറയും. നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ്, നമ്മുടെ ബോസ്, അല്ലെങ്കിൽ നമ്മളെ പാരൻസ് നമ്മൾക്ക് പറഞ്ഞു തരുന്ന സക്സസ്ഫുൾ സ്റ്റോറീസൊക്കെ നമുക്ക് എന്തിന് കാരണമാക്കും, നമുക്ക് വീണ്ടും നന്നായി പഠിക്കാനും വിജയത്തിലേക്ക് എത്താനും കാരണമാക്കുന്നു. അതേപോലെ തന്നെ നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കാറുണ്ട്. നെഗറ്റീവായിട്ടുള്ള സംസാരങ്ങൾ നമ്മളെ നെഗറ്റീവായിട്ടും ഇമ്പാക്റ്റ് ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് മീനിങ്. ഇതാണ് സോഷ്യൽ പെർsuasion എന്ന് പറഞ്ഞാൽ, ബീയിങ് ഡിസ്കറേജ് or encourage by other people using words or feedback. ഇതിനെയാണ് എന്താ പറയുക, സോഷ്യൽ പെർsuasion എന്ന് പറയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഒരു വിശദീകരണമായിട്ട് തന്നെ നമുക്ക് പറയാം, ഇഫ് എ ടീച്ചർ അല്ലെങ്കിൽ ട്രസ്റ്റഡ് ടീച്ചർ അല്ലെങ്കിൽ ബോസ് അല്ലെങ്കിൽ പാരന്റ് genuinely tells you that you have what it take to succeed, it boosts your confidence enough to try harder. നമുക്ക് നമ്മുടെ പാരൻസ് പറയുന്ന കാര്യങ്ങൾ നമുക്ക് എന്തുണ്ടാവും, ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് നമ്മൾ നന്നായിട്ട് ഇനി ഹാർഡ് വർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളെ പ്രചോദിപ്പിക്കും. ഇതാണ് സോഷ്യൽ പെർsuasion എന്ന് പറഞ്ഞാൽ. ഇനി ഇതിനെ നമുക്ക് അതിൻ്റെ അടുത്തത് നോക്കാം. നാലാമത്തത് ഫിസിയോളജിക്കൽ ഓർ ഇമോഷണൽ അറോസൽ. ഇമോഷണൽ അറോസൽ നമുക്ക് സൊമാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയും. അത് എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഫിസിക്കൽ ബോഡി, അതായത് നമ്മൾ ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫിസിക്കൽ ബോഡി എന്ത് ചെയ്യും, അതിനെ റിയാക്ട് ചെയ്യും. ഈ റിയാക്ഷൻ നമ്മളെ സെൽഫ് എഫിക്കസിക്ക് കാരണമാവും. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയാം, നമ്മളിപ്പോൾ നമ്മളെ ഫിസിക്കൽ ബോഡിയെ നമ്മളെ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യുകയാണ് ഈ സാഹചര്യത്തിൽ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഓഡിയൻസിനെ, നമ്മൾ വലിയൊരു ഓഡിയൻസ്, ആയിരക്കണക്കിന് ആൾക്കാരെ വലിയൊരു ഓഡിയൻസിനെ പെട്ടെന്ന് നമ്മൾ ഫേസ് ചെയ്യാണ്. ഞാനിങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന്
പ്രിൻസിപ്പൾ വന്നിട്ട് പറഞ്ഞു അവിടെ കോളേജിൽ ഒരു ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അതിനൊന്ന് അധ്യക്ഷത വഹിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ക്ലാസ്സിൽ ഒരു വലിയ സ്റ്റേജിൽ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഒരു പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, അത്രയും വലിയ ഓഡിയൻസ് പെട്ടെന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ പ്രിപ്പയർഡ് അല്ലല്ലോ, പെട്ടെന്ന് പോയിട്ട് നമ്മളോട് സംസാരിക്കാൻ പറയുന്ന സമയത്ത് ഒരു പക്ഷേ ആളുകൾക്ക് എന്തുണ്ടാവും, നമുക്ക് ഫിസിക്കലി എന്തുണ്ടാവും, വേർക്കുകയോ ശയിക്കുകയോ ആങ്സൈറ്റി ഒക്കെ ഉണ്ടാവുകയോ ചെയ്യും. ഈ ആങ്സൈറ്റി ഈ ഫിസിക്കലി ഉണ്ടാവുന്ന ഈ ആങ്സൈറ്റി, വിയർക്കൽ, ഇതൊക്കെ നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യും, ഇൻ്റർപ്രറ്റ് ചെയ്യും. ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ നെഗറ്റീവായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഫെയിലാവും. പക്ഷെ നമ്മൾ കാമായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓക്കെയാണ്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്ക് സംസാരിക്കാൻ കഴിയും എന്ന കോൺഫിഡൻസോടുകൂടി നമ്മൾ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഹൈ സെൽഫ് എഫിക്കസി ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇതെന്താണ് നമുക്കൊന്ന് നോക്കാം, ടൈപ്പ് ചെയ്യാം. മീനിങ്. how our physical body and emotional state react when facing a challenge. ഒരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിസിക്കൽ ബോഡി എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതുണ്ടാവുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, അവർ ബ്രെയിൻ ഇൻ്റർപ്രറ്റ് physical symptoms. If we sweat, shake, or feel extreme anxiety before giving a speech, we might think, നേരത്തെ പറഞ്ഞതാണ്, നമ്മളെന്താ ചിന്തിക്കുക, ഐ ആം ടെറിഫൈഡ്, which means I'm going to fail. അല്ലേ? ഇപ്പം അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുക. അത് എന്തിന് കാരണമാവും? ലോവറിങ് സെൽഫ് എഫിക്കസി. However, if we feel calm, we interpret it as being ready. നമ്മൾ റെഡിയാണ്, നമ്മൾ തയ്യാറാണ്, നമ്മൾ കോൺഫിഡൻ്റ് ആണ്, നമുക്ക് തോന്നും. അപ്പോൾ ഇതാണെന്ത് ഫിസിയോളജിക്കൽ അല്ലെങ്കിൽ ഇമോഷണൽ അറോസൽ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കൽ ബോഡി എന്നാണ്. നമ്മളൊരു ചാലഞ്ച് ഫേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഉണ്ടാവുന്ന ചേഞ്ചിനെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, ഇൻ്റർപ്രറ്റ് ചെയ്യാണ്. ആ ഇൻ്റർപ്രിട്ടേഷൻ്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള നമ്മുടെ കോൺഫിഡൻസും ചേഞ്ച് വരും.
ലെവൽ ഓഫ് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിൽ നമ്മൾ ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, ക്വസ്റ്റ്യനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് ആൽബർട്ട് ബണ്ടൂരയുടെ തിയറിയാണല്ലോ. ആൽബർട്ട് ബണ്ടൂരയുടെ എന്ത് തിയറിയാണ്? സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറയുന്നത്. സോഷ്യൽ ലേണിംഗ് തിയറി അല്ല, സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ആണ്. അതിൽ 4 സെൽഫ് എഫിക്കസിയുടെ സോഴ്സുകളാണ് പറയുന്നത്. അതാണ് ഈ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള 4 സോഴ്സുകൾ. അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഇത് നമുക്കിനി ഇപ്പം നമ്മൾ വിശദീകരണം പറഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇതിൽ ഒന്നുകൂടെ നോക്കാം കേട്ടോ, കാരണം ഇതിൽ നമ്മൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവും. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താണ്, ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള നമ്മളെ കോൺഫിഡൻസിനാണ് എന്ത് പറയുക സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ സെൽഫ് എസ്റ്റീം അല്ല, നമ്മളെ കുറിച്ചുള്ള നമ്മളൊരു ഇഷ്ടം അല്ലെങ്കിൽ നമ്മൾ നല്ലതാണെന്നുള്ള നമ്മൾ ബോധം, അങ്ങനെയല്ല. ഇതെന്താണ്, ഒരു സ്പെസിഫിക് ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുന്നുള്ളത് നമ്മളെ കോൺഫിഡൻസ് ആണ്. അത് നമുക്ക് എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് നമുക്ക് ചെയ്യാൻ കഴിയും എന്ന കോൺഫിഡൻസ്, ഇതൊക്കെ ഇതിൽ വരുന്നതാണ്. ഒരാളുടെ എന്താണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ലെവൽ ഓഫ് എഫിക്കസിയിൽ ചേഞ്ച് വരുമെന്ന് ആൽബർട്ട് ബണ്ടൂര പറയുന്നു. പ്രധാനമായിട്ടും 4 മെയിൻ സോഴ്സുകളാണ് ഇതിനുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട സോഴ്സുകൾ ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഒന്നാമത്താണിത് മാസ്റ്ററി എക്സ്പീരിയൻസ്. മാസ്റ്ററി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഉണ്ടാവുന്ന സക്സസ് ഒരു ഫെയിലിയർ ആണ്. അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യം ഇൻ്റർപ്രറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണെന്ത്, ഒരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. ഓക്കെ, എക്സാമ്പിൾ if may easily solve 5 difficult maths problem yesterday. എന്നാലും നമ്മൾ മാത്സ് പ്രോബ്ലം 5 മാത്സ് പ്രോബ്ലം ബുദ്ധിമുട്ടുള്ള മാത്സ് പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ ഉണ്ടാവുക, ഇന്ന് നമുക്ക് നമ്മളെ കോൺഫിഡൻസ് എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. വി വിൽ ഫീൽ ഹൈലി കോൺഫിഡൻറ്റ്, അതായത് ഹൈ സെൽഫ് എഫിക്കസി. Self efficacy when given a similar math problem today. ഇന്നലെ നമ്മൾ പ്രോബ്ലമൊക്കെ ചെയ്തു, നല്ല ഈസി ആയിട്ടാണ് നമുക്കത് ചെയ്യാൻ കഴിഞ്ഞത് എങ്കിൽ ഓട്ടോമാറ്റിക് എന്ത് ചെയ്യും, നമുക്ക് ഇന്നൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ അത് നമ്മൾ സക്സസ്ഫുള്ളായിട്ട് ചെയ്യാൻ സാധിക്കും എന്നതാണ് അതിൽ പറയുന്നത്. അതാണ് ഒന്നാമത്തെ. രണ്ടാമതാണ് വിക്കാരിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതിന് മോഡലിംഗ് എന്ന് പറയും. വേറൊരാളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ അതേ സ്റ്റാൻഡേർഡിലുള്ള നമ്മളെ അതേ ലെവലിലുള്ള ഒരാൾ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അതിലൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അതാണ് വിക്കാരിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട എക്സാമ്പിൾ ഒരുപാടെണ്ണം ഉണ്ട്, നമുക്ക് അറിയണം എഴുതണമെന്നല്ല. ഓക്കെ, നമുക്ക് ഒരു റോക്കി റണ്ണർ വാച്ചസ് a peer of the same age and fit
fitness level complete a marathon. ഒരു മാരത്തോണ് റോക്കി റണ്ണർ മാരത്തോൺ എന്ത് ചെയ്തു, തൻ്റെ അതേ ലെവലിൽ കഴിവുള്ള ഒരാൾ എന്ത് ചെയ്തു, എന്ത് ചെയ്തു, സെയിം ഏജിലുള്ള ഒരാൾ ഓടി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഈ സെയിം ആൾ തിങ്ക് ചെയ്യാൻ എന്തെങ്കിലും ദ റോക്കി തിങ്സ്, ആൾക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ എനിക്കും ചെയ്യാൻ കഴിയും. ഇഫ് ദേ ക്യാൻ ഡു ഇറ്റ് I can probably do it too. അല്ലേ, ശരിയല്ലേ? ഒന്നുമില്ല, നമ്മളിപ്പോൾ ഒരു ഓട്ട മത്സരമാണ്, അതിൽ എൻ്റെ അതേ ആരോഗ്യമുള്ള എൻ്റെ സെയിം ഏജായ ഒരാൾ ഓടി വിജയിച്ചു. അപ്പോൾ എനിക്കെന്തുണ്ടാവും, കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്കും അത് ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടാവും. അത് എന്തൊരു വരുന്നു, അത് ഒരു സെൽഫ് എഫിക്കസിക്ക് കാരണമാവണം. ഇനി അടുത്തത് സോഷ്യൽ പെർസുവേഷൻ. മറ്റൊരാളുടെ സംസാരം നമ്മളെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ട് എന്ത് ചെയ്യും, എഫക്റ്റ് ചെയ്യും. അതും സെൽഫ് എഫിക്കസിയെ എഫക്റ്റ് ചെയ്യും. പോസിറ്റീവ് അല്ലെങ്കിൽ സെൽഫ് എഫിക്കസിയെ എഫക്റ്റ് ചെയ്യും. ഇവിടെ നമ്മൾ റോക്കി റണ്ണറിനെ കുറിച്ചാണ് എക്സാമ്പിൾ പറയുക. അതിന് മുമ്പ് എക്സാമ്പിൾ ഇവിടെ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ, സോഷ്യൽ പെർസുവേഷനിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. എന്താണ് ഇപ്പോൾ ഒരു കോച്ച് പറയാണ്, നേരത്തെ പറഞ്ഞ ഒരു എക്സാമ്പിൾ തന്നെയാണ്. എ കോച്ച് ടെല്ലിങ് ആൻ അത്ലറ്റ് I have seen your skills in practice. You are completely ready to win this game. നമുക്ക് പൂർണ്ണമായിട്ടും ഈ ഗെയിം വിജയിക്കാൻ സാധിക്കും. ഞാൻ നിങ്ങളെ കഴിവ് കണ്ടിട്ടുണ്ട്, എനിക്കറിയാം നിങ്ങൾ എത്രത്തോളം കഴിവുള്ള ആൾക്കാരാണ്, അപ്പോൾ നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കും എന്നൊരു കോച്ച് പറയണം. അപ്പോൾ അതെന്താണ്, സോഷ്യൽ പെർസുവേഷന് മറ്റൊരു എക്സാമ്പിളായിട്ട് നമുക്ക് കണക്കാക്കാം. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താണ്, ഫിസിയോളജിക്കൽ ഓർ ഇമോഷണൽ അറോസൽ. അതിൻ്റെ നമ്മൾ എന്താണ് പറഞ്ഞത്, നമ്മളെ ബ്രെയിൻ എന്ത് ചെയ്യാണ്, നമ്മളെ ഫിസിക്കൽ സിംറ്റംസിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഓരോ സിറ്റുവേഷനും നമ്മൾ ഫിസിക്കലി നമ്മൾ എങ്ങനെയാണ്, നമ്മൾ ബോഡി വിയർക്കുന്നുണ്ടോ, ടെൻഷൻ ആവുന്നുണ്ടോ, കോൺഫിഡൻസ് ഉണ്ടോ, കാമാണോ, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ബ്രെയിൻ അതിനെ ഇൻറ്റർപ്രറ്റ് ചെയ്യുകയും ബ്രെയിന് നമുക്ക് അതിനനുസരിച്ച് നമ്മളെ കോൺഫിഡൻസ് കുറയുകയൊക്കെ ചെയ്യും. ഒരുപാട് ആൾക്കാരുള്ള ഒരു സ്റ്റേജിലേക്ക് നമ്മൾ കയറി വരുന്ന സമയത്ത് നമ്മളെ കോൺഫിഡൻസ് കുറയും. കാരണം നമ്മൾ ആദ്യമായിട്ട് കയറുന്ന സമയത്ത് നമുക്കൊരു ഫിയർ ഉണ്ടാവും. ബോഡി എന്ത് ചെയ്യും, ഈ ഫിയറിനെ ഐഡൻറ്റിഫൈ ചെയ്യും, ഇൻറ്റർപ്രറ്റ് ചെയ്യും. അതെന്തിന് കാരണമാവും, ലോ സെൽഫ് എഫിക്കസിക്ക് കാരണമാവും. അപ്പോൾ അത് നമ്മൾ കാമായിട്ട് നിൽക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ ബോഡിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ അസ്വസ്ഥത സെൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കോൺഫിഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ സാധിക്കും. അതൊരു സെൽഫ് എഫിക്കസിയുടെ ഒരു എക്സാമ്പിൾ. വേറെ കുറേ എക്സാമ്പിളുകൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വയറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാറുണ്ട് അല്ലേ, എക്സാമ്പിൾ നമ്മൾ ആരെയും പറയാം. ഇപ്പോൾ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകണമെന്ന് കരുതാം. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുമ്പോൾ നമ്മൾ പറയേണ്ട, വീട്ടിൽ വയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ബട്ടർഫ്ലൈ എന്തോ ഇങ്ങനെ ഉള്ള പോലെ, നമ്മളങ്ങനെ എലി ഓടുന്ന പോലെ എന്നൊക്കെ നമുക്കിങ്ങനെ പറയാറുണ്ട്. അതൊക്കെ ശരിക്കും എന്താണ്, അത് നമ്മൾ ഒരു ആൻസൈറ്റിയാണ്. ഈ
ആൻസൈറ്റി എന്ത് ചെയ്യണം, ബ്രെയിൻ സെൻസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മൾ പെർഫോമൻസ് ലെവലിൽ എന്തുണ്ടാവും, ചേഞ്ച് ഉണ്ടാക്കും. അതൊരു പ്രധാനപ്പെട്ട ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് പറയാം. ഇൻ്റർവ്യൂവിനാണ് അധികം ആൾക്കാർ ഇത് ഫേസ് ചെയ്യാം. മറ്റേ പൊതു സംസാരം എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞ സാഹചര്യങ്ങളിൽ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. ഇൻ്റർവ്യൂ എല്ലാവരും ഭൂരിഭാഗം ആളുകളും ഫേസ് ചെയ്യുന്നതാണ്. ഫീലിംഗ് ബട്ടർഫ്ലൈസ് in your stomach and a heavy senses of dread or anxiety right before a job interview. ജോബ് ഇൻ്റർവ്യൂവിൻ്റെ തൊട്ട് മുമ്പ് ഉണ്ടാകുന്ന നമ്മളെ ഈ വയറ്റിൻ്റെ ഉള്ളിൽ ഭയങ്കര അസ്വസ്ഥത, നമുക്കങ്ങനെ ഒരു ഭയം പോലെ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, ബ്രെയിൻ ഇൻ്റർപ്രറ്റ് ചെയ്യും, നമ്മൾ കോൺഫിഡൻസ് ലെവൽ ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, നമുക്ക് ഉത്തരത്തിലെത്താൻ കഴിയില്ല, അല്ല നമ്മൾ ഇതിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത്. ഇനി നമുക്ക് ആൻസറിലേക്ക് കടക്കാം. ഇനി നോക്കാം സോഷ്യൽ പേഴ്സുവേഷൻ. ഇപ്പോൾ സോഷ്യൽ പേഴ്സുവേഷൻ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലേ. സോഷ്യൽ പേഴ്സുവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ് സോഷ്യൽ പേഴ്സുവേഷനിൽ വരിക, നമുക്ക് ഇതിൽ നോക്കാം. സോഷ്യൽ പേഴ്സുവേഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 4 ആണ് അല്ലേ. സോഷ്യൽ പേഴ്സുവേഷൻ, എൻകറേജ്മെൻറ്റ്, ഇൻഫോർമേഷൻ, ഫീഡ്ബാക്ക്, യൂസ്ഫുൾ ഗൈഡൻസ് ഫ്രം ദ ട്രസ്റ്റഡ് സോഴ്സസ്. നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവും പേഴ്സുവേഷനിൽ. പിന്നെ രണ്ടാമത്തത് ഫിസിയോളജിക്കൽ അറോസൽ. ഫിസിയോളജിക്കൽ അറോസൽ നമുക്ക് സെൻസ് ഓഫ് ആങ്സൈറ്റി ലെവൽ. ആദ്യത്തെ നമുക്ക് മാറ്റി എഴുതാം. രണ്ടാമത്തത് സെൻസ് ഓഫ് ആങ്സൈറ്റി ആൻഡ് ഫോർബിഡിങ്. മൂന്നാമത്തത് മാസ്റ്ററി എക്സ്പീരിയൻസ്. മാസ്റ്ററി എക്സ്പീരിയൻസ് നമുക്ക് ഇതിൽ നോക്കുകയാണെങ്കിൽ പാസ്റ്റ് സക്സസ് അല്ലേ. പാസ്റ്റ് സക്സസ് ഓർ ഫെയിലിയർ ഇൻ എ സിമിലർ സിറ്റുവേഷൻ ആസ് റിസീവ്ഡ് ബൈ ഇൻഡിവിജ്വൽ. അത് നമ്മൾ പാസ്റ്റ് എക്സ്പീരിയൻസ് എന്നതിന് കാരണമാകുന്നു, നമ്മുടെ കോൺഫിഡൻസ് ലെവലിന് കാരണമാകുന്നു. വിക്കാരിയസ് എക്സ്പീരിയൻസ് എന്താണ്, ഓപ്ഷൻ 2 ആണ്. സീയിങ് അതർ പീപ്പിൾ ലൈക്ക് യു സക്സീഡഡ് ഓൺ ദ ടാസ്ക് ദാറ്റ് ഈസ് സിമിലർ ടു ദ വൺ യു ഫേസ്. അപ്പോൾ അതാണ് വിക്കാരിയസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആൻസർ. ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, പക്ഷേ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, ഞാൻ ക്വസ്റ്റ്യൻ ഇവിടെ ഇട്ട് തരാം. നിങ്ങൾ ഇത് എന്താണ്, ഓരോ ടെസ്റ്റുകളെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, വ്യത്യസ്ത തരത്തിലുള്ള ഇൻ്റലിജൻസ് ടെസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണത്. ഇതിൻ്റെ ഉത്തരം നിങ്ങളൊന്ന് കണ്ടെത്തണം. ഇത് മെയിനായിട്ട് സൈക്കോളജിക്കൽ അസസ്മെൻറ്റ് ടൂളുകളാണ് കൊടുത്തിട്ടുള്ളത്. അത് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ആളെ പേരുമാണ് പുറത്ത് കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൻ്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തുക. അപ്പോൾ ഇന്നത്തെ സെഷൻ എത്രയാണ്, നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. നെക്സ്റ്റ് സെഷനിൽ വീണ്ടും കാണാം. നന്ദി.